ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ എക്സിം ബാങ്കിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ട്രെയിനീസിനെയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് സെപ്റ്റംബർ 18 മുതലാണ്. സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 7 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ റൈറ്റിംഗ് എക്സാമിനേഷൻ കൂടി ഒക്ടോബർ മാസം തന്നെയായിരിക്കും നടക്കുക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിലും ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് www.eximbankindia.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഇതിൽ കരിയർ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതാണ്ട് 50ഓളം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. URന് 22 വേക്കൻസി ഉണ്ട്. SCക്ക് 7, STക്ക് 3, OBCക്ക് 13, EWSന് 5, PWBDക്ക് 2 വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ മാനേജ്മെൻറ്റ് ട്രെയിനീസ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ബാങ്കിങ് ഓപ്പറേഷൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 60% മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ ഫുൾ ഡ്യൂറേഷനിലുള്ള ഗ്രാജുവേഷൻ ആയിരിക്കണം. പോസ്റ്റ് അതോടൊപ്പം നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ PGDBA അല്ലെങ്കിൽ PGDBM അല്ലെങ്കിൽ MMS തുടങ്ങിയ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഓർ ഇൻ്റർനാഷണൽ ബിസിനസ് ഓർ ഫോറിൻ ട്രേഡ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഓഗസ്റ്റ് 1, 2024 വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സ് ആണ് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 31, PWBD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ ഓരോ കാറ്റഗറിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. PWBDയിൽ SC ST ആണെങ്കിൽ 43, OBC ആണെങ്കിൽ 41, UR EWS ആണെങ്കിൽ 38 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്തുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.